2021-ലെയും 2024-ലെയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും സാധ്യതകളും സൂചനകളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി 2026 2026-ലെ സാധ്യതാ സ്ഥാനാർത്ഥി ചിത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നതിന്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് നിന്ന് ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനിതാ ഞങ്ങൾക്ക് ചുറ്റും ഉയർന്ന് പൊങ്ങിയിരിക്കുന്നു സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവർ. സാജു, UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ടിതാ എൻ്റെ സൈഡിൽ ഉയർന്നു നിൽക്കുന്നു AK അഷ്റഫ്. അഷ്റഫിനപ്പുറത്തേക്ക് ഒരു പേരിന് UDF-ൽ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയും നിലവിലെ അവസ്ഥയിലില്ല. കാരണം അഷ്റഫ് അതുപോലത്തെ ഒരു പോരാട്ടം നടത്തുന്നുണ്ട് ആ മണ്ണ് നിലനിർത്താൻ വേണ്ടി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ വിജയം 745 വോട്ടുകളുടേതാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിയണം എന്ന രീതിയിൽ തുടക്കം മുതലേ കഴിഞ്ഞ 5 വർഷവും അതിനുള്ള പണി AK അഷ്റഫ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് ഏതായാലും മഞ്ചേശ്വരത്തേക്ക് മുന്നോട്ട് വെക്കാനില്ല. അയാളുടെ യുവത്വത്തിന്റെ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ സ്വീകാര്യത കഴിഞ്ഞ തവണ വിജയിച്ചു വന്ന കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന AK അഷ്റഫ് അല്ല ഇപ്പോഴത്തേത് എന്നുകൂടി ഓർക്കുക. ടോൾ പ്ലാസ സമരം കൂടി കഴിഞ്ഞതോടുകൂടി സമരനായകന്റെ വീരപരിവേഷം കൂടി വന്നു. അത്തരം വീരപരിവേഷങ്ങൾ വരുന്നു. ഇതൊക്കെ കറഞ്ഞുകൊണ്ട് നിയമസഭയിൽ നടത്തിയ സമരത്തിന് പോലും നിയമസഭയുടെ തൊട്ട് മുൻ കവാടത്തിൽ സമരം നടത്താൻ UDF നിയോഗിച്ചത് ആരെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പോലും AK അഷ്റഫിനെയാണ് ആദ്യഘട്ടത്തിൽ നിയോഗിക്കുന്നവരിൽ ഒരാൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിനായിട്ട് അതായത് UDF-ഉം കണ്ടറിഞ്ഞ് ഉള്ള ഒരു നീക്കങ്ങൾ ആ മണ്ഡലത്തിന് ഉതകുന്ന രീതിയിൽ നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, UDF-ൽ ഒരു തരത്തിലുള്ള, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, പട്ടലപ്പിണക്കങ്ങൾ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സാധാരണഗതിയിൽ മുതിർന്ന നേതാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് യോജിപ്പിച്ചു കൊണ്ടുപോകുക വലിയ വെല്ലുവിളിയാണ്. ലീഗിലെ അത്തരം നേതാക്കളെയൊക്കെ എല്ലാ കാര്യത്തിലും സഹകരിപ്പിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒപ്പം തൻ്റെ ഒപ്പം യുവാക്കളുടെ ഒരു ടീമിനെ വളർത്തിയെടുക്കാൻ കൂടി അഷ്റഫിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അഷ്റഫിന് തുണയാകുന്നത് അദ്ദേഹം ജയിച്ചു വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ തുണയാകേണ്ടത് ഒന്ന്, മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ആ മണ്ഡലത്തിൽ ഉണ്ടാവണം. 2, ഒരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളും ഒപ്പം ഹിന്ദു പിന്നോക്ക വോട്ടുകളും കൂടി ചേർന്ന് വരുമ്പോഴാണ് എപ്പോഴും UDF-ന് നേരിയ എഡ്ജിലെങ്കിലും ജയിച്ചു കയറാൻ കഴിയുന്നത്. ആ സാഹചര്യം ഇപ്പോൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ട് ചേർക്കുക എന്ന രീതിയായിരിക്കും വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ട പണി കൂടി ബാക്കിയുണ്ട്. മറ്റൊന്ന്, SIR-മായി ബന്ധപ്പെട്ട് പോലും വളരെ കൃത്യമായ ജോലികൾ ചെയ്ത് ലീഗ് മുന്നോട്ട് പോകുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം. കാരണം അതിലൊക്കെ നടക്കുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നാൽ അത് തങ്ങളെ ഒഴുക്കിക്കളയുമെന്ന മുൻവിധി അല്ലെങ്കിൽ അത്തരമൊരു ധാരണ ലീഗിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജാഗ്രതയോടുകൂടി കണ്ടുകൊണ്ടുള്ള സമീപനവും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈബ്രന്റ് ആയ ഒരു മുസ്ലിം ലീഗ് ലീഡർ എന്നൊരു മേൽവിലാസത്തിനപ്പുറം ഒരു പൊതു സ്വീകാര്യത കൂടി കിട്ടിയാൽ മാത്രമേ മഞ്ചേശ്വരം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ജയിച്ചു വരാൻ കഴിയൂ. ആ ബോധ്യം അഷ്റഫിനുണ്ട്, ലീഗിനുമുണ്ട്. ആ അർത്ഥത്തിൽ ആരിക്കാടി ടോൾ പ്ലാസ സമരത്തിലൊക്കെ നിറഞ്ഞു നിന്ന ഒരാൾ കൂടിയാണ്. പക്ഷെ ഇതൊക്കെ എത്ര കണ്ട് അദ്ദേഹത്തിന് തുണയാകും എന്ന് നമുക്കൊരു ഉറപ്പിലെത്തണമെങ്കിൽ അപ്പുറത്ത് ആരാണ് നിരക്കും എന്നത് കൂടി അറിയണം. സാജുവിന്റെ സൈഡിൽ ഒരാൾ ഉയർന്നു നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേര് K സുരേന്ദ്രൻ എന്നാണ്. മഞ്ചേശ്വരത്ത് വീണ്ടും സുരേന്ദ്രൻ എത്താൻ എത്ര കണ്ട് സാധ്യത? സുരേന്ദ്രൻ മാത്രമല്ല, കൂടെ കട്ടക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട് സീറ്റിന് വേണ്ടി കാസർഗോഡിന്റെ ജില്ലാ പ്രസിഡന്റായ ML അശ്വിനിയുണ്ട്. ഈ രണ്ടുപേരും ചേരുമ്പോൾ തന്നെ അവിടെ തൊട്ട് നമ്മൾക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. ഒന്ന്, K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് UDF-നെ വിറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേതാവ് തന്നെയാണ്. 89 വോട്ടിന് ഒരിക്കൽ പരാജയപ്പെടുന്നു, രണ്ടക്കം. അന്ന് മുസ്ലിം ലീഗിനെ മുട്ടിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് K സുരേന്ദ്രന് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ പോരാട്ടത്തിലും വലിയ രീതിയിൽ അന്ന് ഭൂരിപക്ഷം വീണ്ടും 745-ലേക്ക് പോയെങ്കിൽ പോലും കടുത്ത പോരാട്ടം തന്നെയാണ് K സുരേന്ദ്രൻ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തൊക്കെ അടവുകൾ ആ മണ്ഡലത്തിൽ പയറ്റി എന്നുകൂടി നമ്മൾ ഓർക്കണം. BSP-യുടെ സ്ഥാനാർത്ഥിയായ ആളെ തട്ടിക്കൊണ്ടുപോകുന്നു, വലിയ നാടകീയതകൾ നടത്തുന്നു, പിന്നീട് പിൻവലിപ്പിച്ചതാണ്, പണം കൊടുത്ത് പിൻവലിച്ചതാണെന്ന ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നു. പിന്നീട് ആ കേസ് കോടതിയിൽ തള്ളിപ്പോകുന്നതായ സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ ആ ആരോപണങ്ങൾ നിലനിൽപ്പുണ്ടായിരുന്നു. അത്തരം അത് BSP-യുടെ ഒക്കെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കണമെങ്കിൽ എത്ര ചെറിയ വോട്ടുകൾ പോലും അവിടെ നിർണായകമാണ് എന്ന് തിരിച്ചറിയും. അത് തങ്ങളുടെ പാളയത്തിൽ നിന്നായിരിക്കും കൊണ്ടുപോകുക എന്നും വിശ്വസിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, സുരേന്ദ്രന് മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ആദ്യം എത്തുന്ന സുരേന്ദ്രനല്ല, ഈ കന്നഡ തുളു ഭാഷക്കാർക്കിടയിൽ അവരോട് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് K സുരേന്ദ്രൻ എത്തുകയും അവരെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നേതാവായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുരേന്ദ്രൻ വരരുത്, വലിയ നേതാക്കൾ വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് പോവുകയും കൂടുതൽ വർക്ക്
ചെയ്ത് UDF ജയിച്ചു കയറുകയുമാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും BJP-യിൽ തന്നെ ഒരു വിഭാഗം സുരേന്ദ്രനെതിരെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. സൈഫുദ്ദീൻ, യെസ്, അപ്പോൾ ഇനി രണ്ടാമത് ചാൻസ് ഉള്ളത് BJP-യിൽ ML അശ്വിനിയാണ്. അശ്വിനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. വലിയൊരു പോരാട്ടം അവിടെ നടത്തിയിട്ടുണ്ട്. അശ്വിനിക്ക് എത്ര സാധ്യത സ്ഥാനാർത്ഥിയായി വരാൻ? അശ്വിനിക്കുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന്, കേന്ദ്ര നേതൃത്വവുമായി നല്ല അടുപ്പമുള്ള നേതാവാണ്. യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും മറ്റു നേതാവായി കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി മുന്നോട്ട് പോകുന്ന BJP-യുടെ ജില്ലാധ്യക്ഷ കൂടിയായി മുന്നോട്ട് പോകുന്ന ആളാണ് ML അശ്വിനി എന്ന് പറയുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം നേരിയ തോതിൽ ഉയർത്തിയെങ്കിൽ കൂടി അത് മഞ്ചേശ്വരത്ത് നിന്നല്ല ഉയർത്തിയത് എന്നത് ML അശ്വിനിക്ക് തിരിച്ചടിയാണ്. മഞ്ചേശ്വരത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ് ML അശ്വിനി അവരുടെ വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടുവന്നത്. മാത്രമല്ല ML അശ്വിനിക്കെതിരായും പ്രാദേശികമായി BJP-ക്കാർക്കിടയിൽ തന്നെ വികാരം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുരേന്ദ്രൻ പക്ഷം സുരേന്ദ്രൻ തന്നെ വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പ്രചരിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ കേട്ടിടത്തോളം അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന് അശ്വിനി ഓക്കെയാണ്, പക്ഷേ പ്രാദേശിക ഘടകങ്ങൾക്ക് പ്രവർത്തകർക്ക് ഓക്കെ അല്ല. സുരേന്ദ്രന്റെ കാര്യം വരുമ്പോ താഴെ തട്ടിൽ ഓക്കെയാണ്, പക്ഷെ നേതൃത്വത്തിന് ഓക്കെ അല്ല. തമ്മിലടിയുണ്ട്. പക്ഷേ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വത്തിന് വിശ്വസിക്കാൻ കൂടുതൽ കാരണങ്ങളുണ്ട് താനും. കാരണം ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ഈ പോരാട്ടത്തിന്റെ ഭൂരിപക്ഷത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ നേതാവാണ് K. സുരേന്ദ്രൻ എന്നുള്ളതും.